ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ച നടക്കുക. തികച്ചും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം പറയുന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. നാളെ നിയമസഭയിൽ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച് ധവളപത്രം ഇറക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. 2 മാസം മുമ്പ് കേരളത്തിൻ്റെ നിയമസഭയിൽ പൂച്ച പെറ്റ ഖജനാവാണ് കേരളത്തിലുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ നന്ദിപ്രമേയത്തെ സംബന്ധിച്ച് ഒരുപാട് വാഗ്ദാനങ്ങൾ, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഒരു സർക്കാർ ഇത്രയധികം വാഗ്ദാനങ്ങൾ എങ്ങനെ പാലിക്കപ്പെടും എന്നുള്ളതാണ് BJP പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ഞങ്ങൾ നിയമസഭയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. 2 മുന്നണിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച്. നാളിതുവരെ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുള്ളത് ഈ 2 മുന്നണികളുമാണ്. അതുകൊണ്ട് തന്നെ കേരളം ഇന്നത്തെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ക്ഷേമ പ്രവർത്തനങ്ങളുടെ കുറവിലേക്കും ഈ സംസ്ഥാനം പോയിട്ടുണ്ടെങ്കിൽ അതിന് ഏക ഉത്തരവാദി ഈ 2 മുന്നണികളും മാത്രമാണ്. മാത്രമല്ല, കേരള നിയമസഭയിൽ ഈ 137 പേരും ഒരിടത്തും 3 പേർ വേറിട്ട ശബ്ദവുമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ നിയമസഭ പോയിട്ടുള്ളത്. നിയമസഭയ്ക്കകത്തവർ ഏറ്റവും അധികം ഭയപ്പെടുന്നത് സംഘപരിവാർ പ്രസ്ഥാനം. ഇന്നും പ്രസംഗിച്ചവർ ആവർത്തിച്ച് പറയുന്നത് സംഘപരിവാർ പ്രസ്ഥാനം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു മുന്നണിയും ആരോപണം ഉന്നയിക്കുക. ഇവർ 2 കൂട്ടരും ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട്. അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നത്. മറിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ ജനകീയ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ അവയ്ക്ക് പരിഹാരം കണ്ടെത്താനോ കഴിയാതെ ഇത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ടാണ് കേരള നിയമസഭ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കേരളത്തിൻ്റെ നിലപാടുകൾ എന്താണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്നെ സംബന്ധിച്ച് ചോദ്യം ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞുള്ളത്, ഞാനത് നിയമസഭയിൽ അത് പറഞ്ഞു, നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് UDF അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. നിലപാടുകളുടെ രാജകുമാരനാണെങ്കിൽ ഇന്നലകളിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭരണപക്ഷത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നിലപാടെന്ത്? ഏറ്റവും പ്രധാനം അവർ ഉന്നയിച്ചത് ശബരിമല വിഷയമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ ശബരിമല വിഷയത്തിൽ അവർ പാടിയ ഈരടികളെല്ലാം നമുക്കറിയാം. ആ ശബരിമല വിഷയത്തെ സംബന്ധിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ല. ശബരിമല വിഷയത്തിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ CBI അന്വേഷണം വേണമെന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ പത്രസമ്മേളനത്തിലും കേരളത്തിലെ നിയമസഭയ്ക്കകത്തും ആവശ്യം ഉന്നയിച്ചത്. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വരി പോലും ഉൾപ്പെടുത്തിയില്ല? അപ്പോൾ ഇത് ഇവർ തമ്മിലുള്ള ഒരു ഡീൽ തന്നെയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുക, ഭരണപക്ഷത്ത് വരുമ്പോൾ ആ ആരോപണത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടത്താതിരിക്കുക. കോടാനുകോടി ഭക്തജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച സംഭവമാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾ, ഭക്തജനങ്ങൾ ഈ കൊള്ളയുടെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ താല്പര്യപ്പെടുക. എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ UDF ഗവൺമെൻറ്റിൻ്റെ നിലപാട്? ആ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. മോദിജിയുടെ സർക്കാർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പദ്ധതികൾ പോലും ഈ സംസ്ഥാനത്ത് അട്ടിമറിക്കപ്പെടുക. സാമ്പത്തികമെല്ലാം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം, ഞങ്ങൾ ഭരിക്കാം. ഇതാണ് 2 മുന്നണിയും ഇന്നലെയും ഇന്നുമായി നടന്ന ചർച്ചയിൽ അവരുടെ ഒരു പൊതു ആവശ്യം. ഈ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം, ഇവർ പ്രഖ്യാപിക്കപ്പെട്ടുള്ള പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാം, അതിന് എങ്ങനെ സാമ്പത്തികം കണ്ടെത്താം, ഇതിനെ സംബന്ധിച്ച് ഒരു ആലോചനയും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗം. ഇപ്പോൾ ബഡ്ജറ്റ് 19-ാം തീയതി അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നലകളിൽ പൂച്ചപെറ്റ ഖജനാവാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കുറേ ദിവസം കൊണ്ട്
ഇത് സമ്പന്നമായ ഖജനാവായി എങ്ങനെ മാറിയെന്നും കൂടി പറയണ്ടേ ഇത്രയും പദ്ധതികൾ നടപ്പിലാക്കാമെന്ന്. അപ്പോൾ ജനങ്ങളോട് നീതി പുലർത്തി ഇന്നലകളിൽ പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിയമസഭാ സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.